രാഹുലിന്റെ വരവും കേക്കച്ചന്റെ പോക്കും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അശാനെ, ശവത്തിൽ കുത്തണം. അങ്ങനെ പവനായി ശവമായി. മിണ്ടരുത്. തൂങ്ങിക്കിടക്കുന്ന മുടിഞ്ഞ നിലപാട് കൊണ്ട് നടക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന നമ്മുടെ നിലപാടിന്റെ ആശാൻ പറയുന്നത് കേട്ടില്ലേ? പുള്ളി നിലപാടെടുത്ത് പുറത്തിട്ടാൽ പിന്നെ പുറത്തിട്ടതാ, പിന്നെ അത് തിരിച്ചെടുത്ത് അകത്തിടുവാൻ ആരാലും മുടിയാതെ. നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ പറയരുത്. ആ പാപം രാഹുലിന്റെ കാര്യത്തിൽ ഒരു അയവുണ്ടാവണം, ദയവുണ്ടാവണം. ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചു. യഥാർത്ഥത്തിൽ രാവിലെ വേഷം കെട്ടി വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുള്ള ആ സ്കിറ്റ് കഴിഞ്ഞാൽ പിന്നെ കേക്കച്ചന്റെ പ്രധാന നേരം പോക്ക് എന്താണെന്ന് അറിയാമോ? ഇതാണ് അന്നദാന രേഖ. കൈനോട്ടം, മൈലാഞ്ചി ഇട്ട് കൊടുക്കാം, കേക്ക് മുറിക്കൽ, അപ്പം മുറിക്കൽ, ഇങ്ങനെ പോകുന്നു കേക്കച്ചന്റെ കലാപരിപാടികൾ. പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് കഴിഞ്ഞ 4.5 കൊല്ലവും ഇതൊക്കെ തന്നെയായിരുന്നു കേക്കച്ചന്റെ പ്രധാന പരിപാടികൾ. കേക്കച്ചനു വേണ്ടി മാധ്യമപ്രവർത്തനത്തെ വ്യഭിചരിച്ച ഇവന്മാരെ, പ്രേക്ഷകരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. പോക്സോ മൊട്ട അരുൺകുമാർ, അവന്റെ കാട്ടുകള്ളൻ ക്രിമിനൽ മുതലാളി ആൻഡോ അഗസ്റ്റിൻ, ഇവന്മാരുടെ റിപ്പോർട്ടർമാർ റോഷിപാൽ, TV പ്രസാദ്, പിന്നെ കേക്കച്ചനെ വെളുപ്പിക്കുവാൻ രാപകലില്ലാതെ പണിയെടുത്ത ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ, കീടം പ്രമോദ്, PG സുരേഷ്. അവസാനം എന്തായി? പുഴുത്ത പട്ടികളെ വെറുക്കുന്നത് പോലെ ഇവന്മാരെ ജനങ്ങൾ അറച്ചു തുടങ്ങി. വാർത്തകളിൽ കാളകൂടവിഷം പുരട്ടുന്ന ഈ മലന്മാരെ ജനങ്ങൾ ഇനി വിശ്വസിക്കുമോ? രാഹുൽ ഇന്ന് നിയമസഭയിൽ വന്നത് കാണുക. അതുപോലെ എത്ര ക്ലാരിറ്റിയോടെയാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചത് എന്ന് കാണുക. ഇന്ന് കണ്ട 2 വാർത്തകൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ കൊടുത്തൊരു വാർത്ത നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങൾ വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി, ചില മാധ്യമങ്ങളൊക്കെ ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമസമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സ് ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ.
ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. ഒരു കാര്യം കൂടെ ഈ ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി ഇപ്പോഴും ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനുമായി ബൂത്തുകളിലേക്ക് ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, പ്രായഭേദമന്യേ ചെറുപ്പക്കാർ തൊട്ട് നന്നായി നടക്കാൻ ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വരെ ബൂത്തിൽ കയറുന്ന സമയമാണ്. ആ സമയത്ത് ഓരോരുത്തരും ബൂത്ത് ക്യാമ്പയിൻ നടത്തുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. അതുപോലെ തന്നെ സമരങ്ങൾ, ഏറ്റവും ശക്തമായ സമരങ്ങൾ. ഇന്ന് പോലും KSUവിൻ്റെ DG ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധങ്ങളായ സമരങ്ങൾ നടക്കുന്നു. സമര നേതാക്കന്മാരെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അതിശക്തമായ ഒരു വലിയ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ മേഖലയിൽ ഒരു ലൈക്ക് കൊണ്ടെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലപാടുകളെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തകരോടുള്ള എൻ്റെ മുൻകാലങ്ങളിൽ പദവികളിലിരിക്കുമ്പോഴും ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആജ്ഞകൾ കൊടുക്കുന്ന ഒരാളല്ല, എന്ന് വെച്ചാൽ ഉത്തരവുകൾ കൊടുക്കുന്ന ഒരാളല്ല. എന്നും പ്രവർത്തകനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പം എനിക്കൊരു പ്രവർത്തക നിലയിലുള്ള അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ പ്രധാനമായും പറയേണ്ടത് പുറത്തു വന്ന അതിനൊരു വിശദീകരണം രാഹുൽ നടത്തും. ശരി ഒറ്റ കാര്യം അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി ഇനി പ്രതിപക്ഷ നേതാവെന്ന ആ ജന്തു തലതാഴ്ത്തി നാണം കെട്ട് സഭയിൽ നിന്നും തന്റെ നിലപാട് തന്റെ നിക്കറിൽ ഭദ്രമായി വെച്ച് രക്ഷപ്പെടുന്നത് കാണുക. എത്ര ദയനീയമായ ഒരു കാഴ്ചയാണ് ഇതെന്ന് നിങ്ങൾ കാണുക. രാഹുൽ ഇന്ന് സഭയിലെത്തിയതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? അല്ല, അദ്ദേഹത്തിനെതിരായിട്ടുള്ള SFI സമരത്തിൽ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിനെതിരായിട്ടുള്ള മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഏതായാലും BD സതീശൻ ഇക്കാര്യത്തിൽ ഒരു അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അതുപോലെ ഒന്നും പറയുവാനില്ലാത്ത ആ പാവം അരമന കിങ്ങിണി മിണ്ടാട്ടം മുട്ടി രക്ഷപ്പെടുന്നത് കാണുക. സസ്പെൻഡ് ചെയ്താൽ അയാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. MP രാഘവനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല, കോൺഗ്രസ് ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്തു. എന്തൊക്കെയായിരുന്നു ഇന്നലെ വരെ? അങ്ങനെ പവനായി ശവമായി. നമ്മൾ ഈ സതീശനെയും അരമന കിങ്ങിണിയെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം രാഹുലിന് നല്ല ഒരു തന്തയുണ്ടായിരുന്നു. ഇവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? രാഹുലിന് നിധി തേടിയുള്ള മിഷൻ 60യുടെ 20ാം ദിനത്തിൽ തന്നെ ആദ്യ വിജയം. രാഹുലിന് നിയമസഭാ പ്രവേശനം ഇന്ന് സാധ്യമായി. ഇനി 40 ദിനങ്ങൾ. രാഹുലിനെ തിരികെ എടുക്കുവാൻ താമസിക്കുന്ന ഓരോ നിമിഷവും കേക്കച്ചന്റെയും ചെന്നിത്തലയുടെയും വേണുഗോപാലിന്റെയും കാര്യം കട്ടപ്പുക ആകുക മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സാധ്യതകളും അപകടത്തിലാകും എന്ന് മനസ്സിലാക്കുക. അതിനവസരം ഉണ്ടാക്കണോ എന്ന് ഈ നാണം കെട്ട നേതാക്കന്മാർ വട്ടം കൂടിയിരുന്ന് ആലോചിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട. മിഷൻ 60യുടെ 20ാം ദിനത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തമായി തന്നെ തുടരുന്നു. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാർ, ഞാൻ വടക്കഞ്ചേരിയിലെ സാധ്യതയാണ്. ഞാൻ 3-4 പ്രാവശ്യം സാറെ വിളിച്ച് സംസാരിച്ചിട്ടും എനിക്ക് സാറോട് നമസ്കാരം പറയാനോ മറ്റുള്ളതിനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ ബേജാറുണ്ട്. ഇന്ന് സാറെ ഞാൻ എങ്ങനെ അനുമോദിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല സാറേ.
സാറിനെ നേരിൽ കാണാൻ പറ്റുന്ന ഒരു പൂച്ചെന്ന് വാങ്ങിച്ച് സാറിന്റെ കയ്യിൽ തരണം. അതല്ല, ഇതെല്ലാവരുടെയും വിജയമാണ്. അത്ര സന്തോഷമാണ് സാറേ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾക്ക് പണിയെടുത്തതിന് വേണ്ടിയിട്ട് സാറിന് എങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല സാറേ. ഞാൻ ഇത്രയും വയലന്റ് ആയിട്ട് ഇത്രയും തെറിയും പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ സാറോട് അത്രയും നൈസായിട്ട് ഞാൻ സംസാരിച്ചു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് സാറേ. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താ പറയുന്നത്, ഈ വിശ്രമിക്കുവാൻ സമയമായില്ല എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ആദ്യഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനം സാധ്യമായി. ഇനി ഇദ്ദേഹത്തിന്റെ തിരികെ എടുത്ത പദവികൾ തിരികെ കൊടുത്ത് എത്രയും പെട്ടെന്ന് കോൺഗ്രസിൽ അദ്ദേഹത്തെ തിരികെ എടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്കുള്ള ഒരു അല്ല, പെണ്ണ് ഒരുമിട്ടാൽ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് ഒരുമിട്ടിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞു. ഞാൻ കോൺഗ്രസിൽ വീട്ടമ്മമാരും മറ്റുള്ള ഒരുപാട് പെണ്ണുങ്ങളെ ഒരുമിട്ടാൽ ഇതിനപ്പുറമുള്ളത് നടക്കും സാറേ. രാഹുലിന് വേണ്ടി ഇതിനപ്പുറമുള്ളത് നടക്കും. പിന്നെ ആ പന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാഹുൽ നിയമസഭയിൽ വന്നിട്ടെന്ന് വെച്ച് ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്നു. ആ പന്നന്റെ അടുത്ത് രാജിവെച്ച് പുറത്തു പോകാൻ പറയും സാറേ. അവനാണെങ്കിൽ അതാ ചെയ്യണ്ടേ. അവനടുത്ത് അത് പറയും സാറേ. അവൻ ഇനി തൂങ്ങിപ്പിടിച്ച് നിൽക്കണ്ട. മറ്റുള്ളവർക്ക് നിയമ നടപടി എടുക്കാൻ ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അന്തസ്സായിട്ട് ആളിനെ പോലെ രാഹുൽ നിയമസഭയിൽ വന്നിട്ടെന്ന് വെച്ച് ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്ന പറഞ്ഞു. അവനടുത്ത് രാജിവെച്ച് പുറത്തു പോകാൻ പറയണം. എന്തായാലും പോയാലും പോയില്ലെങ്കിൽ ഇനി അവന്റെ കാലാവധി കഴിഞ്ഞു. അവൻ ഇനി വേണമെങ്കിൽ ചേർന്ന് പിണറായിന്റെ പാർട്ടിയിൽ കൂടി മറ്റുള്ളവരുടെ പാർട്ടിയിൽ കൂടി ചേർന്നിട്ട് അവൻ വലിച്ചിക്കോട്ടെ. 7ാം കൂലി കാട്ടിയും കൊടുക്കും കൂട്ടിയും കൊടുക്കും തിന്നണം. പരനാറി ചേറ്റ ഒരൊറ്റ തന്തയ്ക്കുണ്ടായവനാണ് പറഞ്ഞത് അവനെ രാജിവെച്ച് പുറത്തു പോകണം. ആൺകുട്ടിനെ പോലെ അവനാണ് സാർ ആമ്പേറുള്ള ആണിനെ പോലെ കയറി വന്നില്ലേ. ഇവര് എന്ത് ചെയ്യും? ചാട്ട വേണ്ടാണ് അവൻ വന്നത്. രാഹുലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സാധീശനെ ഞാൻ പറയുന്നില്ല സാറേ, പിന്നെ വയലന്റ് ആവുകയാണ് ഞാൻ. ഇവര് പുതിയ പെണ്ണുങ്ങൾ പുതിയ ഗർഭം ഉണ്ടാക്കും, ആലസിപ്പിക്കാനുള്ള മറ്റേ ഗർഭചിത്രം സാറേ ഞാൻ കൊടുക്കുന്നത്. ഈ റിപ്പോർട്ടർ ഉണ്ടല്ലോ, ഈ അരുൺ അവൻ പെണ്ണുങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ ഗർഭിണിയാക്കാം, അന്തരീക്ഷത്തിൽ ഗർഭചിത്രം നടത്തുക, സ്വയം തൊഴിലാണ്. അവർക്ക് വാഗ്ദാനം മറ്റേ എന്താ 2 ലക്ഷം തരാം ഗർഭിണിയാക്കുമെന്ന് പറയും. ഇതാണ് ഇപ്പൊ അവര് ചാനൽ റിപ്പോർട്ടർ ചാനലിനല്ല, അത് മാത്രം പറയാനാണ് അവൻ സുപ്രഭാതം മറ്റേ ഇതാക്കിയിട്ട് അവന്റെ തലയിൽ നല്ല മുടി എന്തെങ്കിലും ഉണ്ടോ? പഠിച്ചവൻ ദൈവം തമ്മിൽ അറിഞ്ഞിട്ടാണ് അവന്റെ മണ്ടയിൽ കഴുകിയിട്ടാണ് അവനെ വിട്ടത്. അതപ്പതിച്ചവൻ അവനക്കില്ല സാറേ. അമ്മയും പെങ്ങന്മാരും മകളും ഭാര്യയൊക്കെ. ഈ പെണ്ണുങ്ങളുടെ ഒരു വിലയില്ലേ? ഇത് എന്തിനാ ഇവൻ ലേലം വിളിക്കുന്നേ? സാറേ ഞങ്ങൾക്ക് മറ്റേ അരപ്പട്ടിണിയും കാപ്പട്ടിണിയും ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ ഈ നല്ല വിലയുണ്ട്. ആ സാധനത്തിൽ കൂടെ തന്നെയല്ലേ ഇവൻ പ്രത്യുൽപാദനം നടത്തി പുറത്തു വന്നിരിക്കണേ. ഇതിനൊരു വിലയില്ലേ? ഇവ നാളെ തണിച്ച ഗർഭം ഉണ്ടാക്കുക. എന്താ ഈ ഗർഭത്തിനൊരു വിലയില്ലേ? ഈ ഗർഭം ഇത്രയും അതപ്പതിച്ചാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ട് വന്ന വജ്രായുധം ഇന്ന് BD സതീശന്റെ ശവപ്പെട്ടിക്ക് അവസാനമായിട്ട് ആണി അടിച്ചു അല്ലേ? അതെ. ഓ, ഈ പരനാറി ഇനിയെങ്കിലും അവന് വനവാസത്തിൽ പോയിക്കൂടെ? ഒരു ദിവസം നേരത്തെ അവൻ പോയാൽ അവന് നല്ലത്. അല്ലെങ്കിൽ അവനാ നിലം തൊടിക്കലിട്ട പറവൂര്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, പറവൂര് ഏതാണ്ടും തർക്കമില്ലാത്തൊരു ക്രിസ്ത്യൻ സെന്ററാണ്. അവിടെയുള്ള സർവത്ര കന്യാസ്ത്രീമാരും അച്ഛന്മാരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രഹസ്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആറിനെ ഇനി കത്തോലിക്ക സഭയുടെ വട്ടം അവന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. എത്ര നിഷ്കളങ്കനായ പയ്യനാണെന്ന്. അവൻ ആ അസംബ്ലി ചെന്ന സമയത്ത്, അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവരോട് എത്ര മാന്യമായിട്ടാണ് അവൻ സംസാരിച്ചത്. അവന്റെ അമ്മയുടെ നിഷ്കളങ്കത തന്നെയാണ് അവന്റെ ഹൃദയത്തിനുള്ളത്. അവൻ ആ നല്ല മുലപ്പാൽ കുടിച്ച് വളർന്ന നീ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ തന്തയ്ക്ക് നട്ടലുള്ള തന്തയ്ക്ക് വളർന്ന ഏക മകനാണ് അവൻ. അവനാണ് രാഷ്ട്രീയക്കാരൻ. എത്രയോ വൃത്തികെട്ടവന്മാരെ ഇവിടെ മന്ത്രിസഭയിൽ എഴുതുന്നുണ്ട്. അതിൽ ഒരുത്തൻ്റെയെങ്കിലും നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇറങ്ങിപ്പോടാന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ പരമനാറിക്കുണ്ടായ ഇവനെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിരത്തി വെച്ച് സംസാരിച്ച് അതിൽ ഒരെണ്ണത്തിനെങ്കിലും പൊക്കാനായിട്ട് ഇവന് കഴിവുണ്ടായിരുന്നില്ല. ഇവന് നട്ടിട്ടുണ്ടായിരുന്ന ഇവൻ പ്രതിപക്ഷത്തിന്റെ വലിയ ആളാണല്ലോ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിനെ ദേശീയ കൊണ്ടുവന്ന് തിരക്കി അവൻ നാറ്റിച്ചില്ല ഇവിടെ. ഒരു വാക്കിന് പറയാതിരുന്ന. അപ്പൊ ഇവൻ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നശിപ്പിക്കണതുണ്ട്. പക്ഷെ ആ അഭ്യാസം നടക്കൂലെന്നല്ല, സതീശന് കേരളത്തിൽ മിക്കവാറും ആരും അറിയപ്പെടാത്ത ഒരു
ഒരു അവശിഷ്ട ഭാഗമായിട്ട് തള്ളിക്കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവൻ തന്നെ വരുത്തിയാണത്. ഈ പെൺകൊച്ചു ഇവനായിട്ട് എന്താ ബന്ധം? ഇവന്റെ മോളാണ്. എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും ചാടി തിരിച്ച് ആരോട് ചെയ്തിട്ട് അവൻ ചെയ്തത്? രാഹുൽ മാങ്കോട്ടത്തിനെ നമ്മളല്ലേ ജയിപ്പിച്ചത്. ഈ 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 3 കോടി ജനം പറയുന്നത് രാഹുലിന് സപ്പോർട്ടാണ് ഈ കേരളത്തിൽ. അറിയോ? അവൻ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് സ്വതന്ത്രനായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ അവനെ വിജയിപ്പിച്ചുകൊണ്ട് അവനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാവുന്ന ഒരു പദ്ധതിയിലേക്ക് ഈ ജനം കാത്തു നിൽക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കോൺഗ്രസ്സുകാരൊന്നും ആളുകൾക്ക് വിശ്വാസമൊന്നുമില്ല. സത്യം ഞാൻ തുറന്നു പറയാമല്ലോ. ഇവരൊക്കെ പിണറായി വിജയന്റെ കളവ് കേസുകളിൽ കൂട്ടുനിന്ന് പിണറായി വിജയൻ ഉണ്ടാക്കുന്നമാരെന്നുള്ള സാമ്പത്തിക ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് വിദേശ നിക്ഷേപങ്ങളാക്കി മാറ്റുന്ന രാജ്യത്തെ കട്ടുമുടിക്കുന്നതിൽ ഏറ്റവും പ്രധാനികളാണ് ഈ പ്രതിപക്ഷം ഇന്നത്തെ. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. മനസ്സിലായ? ആ സുധാകരനൊന്നും കിട്ടില്ല, ഇവൻ പറയണ വഴിക്കൊന്നും കിട്ടില്ല. അവനൊക്കെ പറഞ്ഞില്ലേ, അവൻ രാഹുൽ വെറുതെ മുളച്ചു വന്നൊരു വിത്തല്ല, അവനെ വളർത്തിയെടുത്താന്ന് പറഞ്ഞില്ലേ? ആ ഒറ്റ വാക്കുവിന് കേട്ടാൽ പോലെ ആ നിമിഷം ഇത് പിൻവലിച്ചൂടെ? കോൺഗ്രസിന്റെ അങ്ങേറ്റത്തെ പതനമാണ്. അവന് ഈ അടുത്ത ദിവസം തന്നെ അവന് പിൻവലിച്ച് അവന്റെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവനെ മാന്യമായിട്ട് ഈ സതീശൻ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സതീശന്റെ ആ ശവപ്പെട്ടിയുടെ ആണി ഓരോ ദിവസം ചെയ്യുന്നതോറും ആളെ അടിച്ചു മുറുക്കിക്കൊണ്ടിരിക്കും. ഒരു ഗതിയും പരഗതിയില്ലാതെ തെണ്ടി നടക്കും. ആ വളിച്ച മോന്തയും കൊണ്ടുള്ള അവൻ്റെ ആ മുമ്പിൽ അവനൊന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ കാലങ്ങളിൽ ഈ സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകളുടെ വീട്ടിലേക്ക് ഈ സ്ഥലങ്ങളിൽ അവിടെ പോയിട്ട് നാട്ടുകാർ കണ്ടിട്ട് പിടിക്കപ്പെടുന്ന ഒരുത്തൻ രാത്രി മുഖത്ത് മുണ്ടിട്ടുണ്ട് പോകുന്ന ആരെയാണ് ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഈ സതീശൻ. അവന് മുഖം ആരെങ്കിലും പ്രത്യേകിച്ച് കണ്ടില്ല. അവൻ ഇരുട്ടേക്കടെ പോകണം. ആളുകളുടെയും ക്യാമറക്കാരുടെയും മറവിക്കടെ ഊർന്നു വന്നാണ്ടാ ഈ പരമനാറി. എങ്ങനെ പറയാണ്ടിരിക്കും സുനിലേ? എങ്ങനെ പറയാണ്ടിരിക്കും? പറ. ഞാന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് ഓമന. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയാനാണ് വിളിച്ചത്. എന്തായാലും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം അവൻ തരണം ചെയ്ത് ഇന്ന് സഭയിലെത്തിയതിന് 1000 നന്ദി രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമായിട്ട് സമർപ്പിക്കുന്നു. സാറേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ അവയവമുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഈ അവയവില്ലേ? അവൾക്ക് കടി മാറാതെ കണ്ട് അവന്റെ കൂടെ പോയി അവൾക്ക് ഇഷ്ടമല്ലെന്നില്ലേ? എനിക്ക് എന്നോട് താല്പര്യമില്ല, എനിക്ക് ഈ പ്രവർത്തിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ന് പറഞ്ഞു മാറണ്ട അവളുമാര് ആദ്യത്തെ സുഖം കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ വരുമ്പം അവള് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവസാന കാലം 3-3.5 കൊല്ലം കഴിഞ്ഞു ഇപ്പൊ അവളുടെ ഇഷ്ടത്തിന് ഇവനെ കിട്ടാണ്ടായപ്പം അവൻ പീഡനമായി. ഇവൾക്ക് ഗർഭമായി. ഇവൾക്ക് ഗർഭം ഓൺലൈൻ വഴിയാണോ വന്നത് അതോ ഫോണിൽ കൂടിയാണോ അവള് ഗർഭിണിയായത്? ഇവളെങ്ങനെയാ ഗർഭിണിയായത്? അവനും അവളും സംഗമിച്ച് 2 പേരും കൂടി ചേർന്നുകൊണ്ട് ചെയ്യുമ്പോഴല്ലേ, ഒരു സ്ത്രീ പുരുഷനും ഒന്നിച്ചു ചേരുമ്പോഴല്ലേ ആ സ്ത്രീ ഗർഭിണിയാവുള്ളൂ. അവരുടെ സമ്മതപ്രകാരമല്ലേ അവള് ഗർഭിണിയാവുള്ളൂ. വെറുതെ ഓടി നടക്കുന്നവന്റെ ഓടിപ്പോകുന്നവൾക്ക് ഗർഭം ഉണ്ടാവുമോ? അങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ എല്ലാ സ്ത്രീകളും ഗർഭിണികളാവേണ്ടതാണല്ലോ. അതിൻ്റെതായുള്ള നിയമത്തിൽ കൂടി പോകുമ്പോൾ മാത്രമേ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം. ഈ ലോകം മുഴുവനുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിയാം. പിന്നെ എന്തിനാണ് അതിനെ മാത്രം ഇങ്ങനെ ഈ ക്രൂശിക്കുന്നത്? ഈ പെണ്ണുങ്ങൾക്ക് നിക്കപ്പുറതി ഇല്ലാതെ കണ്ടല്ലേ ഇവളുമാർ ഈ പണിക്ക് ഇറങ്ങി നടക്കുന്നത്? അവള് നടക്കുന്ന വേഷം കാണുന്നുണ്ടോ? അവളുടെ വസ്ത്രധാരണം കാണുന്നുണ്ടോ? അവളുടെ ചിരി കാണുന്നുണ്ടോ? എന്തൊരാഭാസമായ നടപ്പാണ്, എന്തൊരാഭാസമായ ചിരിയാണ്. ഇവൾക്ക് അമ്മയില്ലേ? ഇവൾക്ക് നാളെ ഒരു ജീവിതം ഇവൾക്ക് വേണ്ടേ? ഇവളെ ഏത് പുരുഷൻ ഇവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകുമോ? ഇത് ഇവളുടെ അമ്മയോ അപ്പനോ അല്ലെ കൂടപ്പുറപ്പുകളോ ഇവളെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? ഇവൾക്ക് കാശ് മാത്രം മതിയോ? ഇവൾക്ക് ഭാവിയിൽ ഒരു ജീവിതം വേണ്ടേ? ഇവളുടെ അമ്മ എന്തുകൊണ്ട്, ഇവളുടെ അപ്പൻ എന്തുകൊണ്ട് ഈ മക്കളെ അറിഞ്ഞു മനസ്സിലാക്കി ഈ വക വേഷം കെട്ടിന് പറഞ്ഞേക്ക് ഇത് വേണ്ട, ഇത് നല്ലതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്ത് ഇത് പോരായാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ? അപ്പം ഇവളുമാര്
വസ്ത്രം ധരിച്ചും ആർഭാടമായി നടക്കുന്നത് ഈ മാതാപിതാക്കളുടെ ഉത്തമ അനുവാദത്തോട് കൂടിയിട്ടാണ്. അവർക്ക് പെറ്റാലും പ്രശ്നമില്ല, മക്കളുണ്ടായാലും പ്രശ്നമില്ല, അവർക്ക് കാശ് മാത്രം മതി. അതാണ് അവരുടെ തീരുമാനം. അല്ലെന്ന് വരികയില്ല ഒരമ്മമാരും ഒരപ്പന്മാരും ഈ മക്കളെ ഇങ്ങനെ കന്നുകാലികളെ അഴിച്ചുവിടുന്ന മാതിരി അഴിച്ചുവിടില്ല. മനസ്സിലായോ? ഈ അനുസരണമില്ലാത്ത പെണ്ണുങ്ങളെ അവരുടെ കുടുംബത്തിൽ നിന്ന് അഴിച്ചുവിടുമ്പോഴാണ് ഇതേമാതിരി ഉള്ളത് വരുന്നത്. അവള് പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവൾക്ക് ഗർഭിണിയുള്ള അന്തസ്സായിട്ട് അവള് പ്രസവിക്കണ്ടേ? അവൾ എന്തിനും അബോർഷൻ ചെയ്തു. അബോർഷൻ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള നിയമത്തിൽ കൂടി വേണ്ടേ പോകാൻ? 3.5 കൊല്ലം കഴിഞ്ഞു. ഒരു പെണ്ണിന് എത്ര കൊല്ലാണ് ഗർഭം? എല്ലാവർക്കും 10 മാസമേ ഉള്ളൂ. ഇവക്ക് 3.5 വർഷം ഗർഭം. ആനയ്ക്ക് 22 മാസമേ ഉള്ളൂ. ഇവക്ക് 3.5 കൊല്ലാണ് ഗർഭം. ആണോ? നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ കണ്ട ഒരു ചെറുപ്പക്കാരനെ ആക്ഷേപിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഈ പെണ്ണുങ്ങൾ കാരണം, ഈ ഒരു പെണ്ണ് കാരണം VD സതീശൻ ചെയ്തു. അവന്റെ ഒരു ചിരി കണ്ട VD സതീശന്റെ? അവന്റെ മുഖം കണ്ട? അവന്റെ നടപ്പ് കണ്ട? അവൻ ഉളിപ്പുണ്ടോ? അവനൊരു മോളുണ്ട്. നാളെ ഇവൻ ഇതേപോലെ ചെയ്യുമ്പോ അവൾ അന്യ കുടുംബത്ത് പോകേണ്ടതാണ്. അതിവൻ ആലോചിക്കുന്നില്ല. അവർക്ക് ആ പെണ്ണിനൊരു ജീവിതം വേണമെന്ന് എന്തുകൊണ്ട് ഇവൻ ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ ചേനത്തലയൻ ആലോചിക്കുന്നില്ല? ഈ KC വേണുഗോപാൽ എന്തിനാ ഇതിന് നിൽക്കുന്നത്? നല്ലതും പൊട്ടയും തിരിച്ചറിയാനുള്ള വിവേകം ഈ കോൺഗ്രസ്സുകാർക്ക് വേണം. ഇല്ലെന്ന് വരികയുണ്ടല്ലോ കോൺഗ്രസ്സുകാർ നില തകർന്നു പോകും. പോണം, പോയെങ്കിലേ ഈ സതീശന് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഇലക്ഷനിൽ നിന്നോട്ടെ. സതീശനും ചേനത്തലയും KC വേണുഗോപാലും നിൽക്കാൻ പാടില്ല. അവർ നിന്ന് അവരെ തോൽപ്പിക്കണം. മറ്റുള്ളവർ ജയിക്കണം, കോൺഗ്രസ് ഭരിക്കണം. പിണറായി കട്ടുമുടിച്ച് പിണറായിക്ക് കൂനായി കഴുത്ത് നടക്കുന്നുണ്ടാ? കഴുത്ത് കുനിഞ്ഞു. എന്നിട്ടും അവന് 3ാമത് ഭരിക്കണം എന്ന ആഗ്രഹം. മനസ്സിലായോ? എന്തിനാണ്? ഇവന് ഇനിയും കട്ടുമോട്ടി. അപ്പോഴത്തേന് ഇനി 5 കൊല്ലം കൂടി അവൻ ഭരിച്ചു കഴിയുമ്പോ അവന്റെ തല താഴെ കാലിന്റെ ഇടയിലേക്ക് വരും കുരിഞ്ഞിട്ട്. നികുതി ചുമന്നും അഴിമതി ചുമന്നും അവന് കൂനായി. അവന്റെ ഒരു ഷൂവും അവന്റെ ഒരു ഊമ്പിയ ചിരി കണ്ടോ പിണറായിയുടെ? എവിടെയെങ്കിലും വന്നിരിക്കുമ്പോ അവനെയൊക്കെ നാണവും തൊലിയുണ്ടോ? അവനൊക്കെ എന്നെങ്ങാനും അടിച്ചോളത്. ആ പാവ ഉമ്മൻചാണ്ടി സാറിനെ എന്തോ ഒരു ആക്രമണം ചെയ്തു. ഇതും അതിനും ഇവര് കരുവാക്കിയത് ഈ ഒരു പെണ്ണിനെയായിരുന്നു. ഈ പെൺവിഷയം ഉണ്ടല്ലോ, ഒരു കുടുംബത്തായാലും നാട്ടിലായാലും എവിടെയായാലും തകർന്നു തരിപ്പണം. അതിന് കെട്ടിയെടുത്താണ് ഈ പെണ്ണിന്. ഇവളുടെ ചിരികളുടെ ആർഭാട ജീവിതവും കാണുമ്പോൾ തന്നെ ഇവൾക്ക് ഏറ്റവും നമ്പർ 1 ഫ്രോഡാണെന്ന് മനസ്സിലാവുന്നില്ലേ? ഇല്ലേ? ഇനി എന്തിനാണ് പാവത്തിനെ ഇതേമാതിരി ക്രൂശിക്കുന്നത്? അവൻ മരണം, അവൻ ഇനി നിൽക്കണം, അവൻ ജയിക്കണം, അവൻ മുഖ്യമന്ത്രി വരെ ആവാം. അതിന്റെ ഒരന്തരത്തോ ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ ഇതിനെല്ലാം ഈ സതീശനും ചേനത്തലയും കണക്ക് പറയേണ്ടി വരും. ഉറപ്പാണോ? പണ്ട് ദൈവം പിന്നെയായിരുന്നു, ഇപ്പൊ ദൈവം കൂടെയുണ്ട്. അവനത് മനസ്സിലാക്കി ഇനിയെങ്കിലും അതിനെ തിരിച്ചെടുത്ത് അതിന്റെ എല്ലാ പരാതികളും സങ്കടങ്ങളും മാറ്റിയില്ലെങ്കിൽ സതീശന് ഇനി ഒരു ജീവിതമില്ല. അവന്റെ ആ ഊമ്പി ചിരി അധികം കാലം നിലനിൽക്കില്ല. ഉറപ്പണം സാറേ, ഉറപ്പണം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ, ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്ക് സങ്കടം, അതുകൊണ്ട് പറഞ്ഞതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.